ശൂന്യതയിൽ നിന്നും ഭസ്മം മുതൽ ആപ്പിൾ വരെ സൃഷ്ടിക്കുന്ന ആൾദൈവങ്ങളെക്കാൾ മെയ് വഴക്കവും വഴക്കവും കാട്ടുന്ന കൂട്ടരാണ് മലയാള മാധ്യമ പ്രവർത്തകർ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. UDFനും BJPക്കും വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും തോന്നുന്നതെല്ലാം കാട്ടിക്കൂട്ടിക്കൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ടും മാപ്ര വിളികൾക്ക് തീർത്തും അർഹരാണെന്ന് അനുദിനം മാലോകരെ ആകെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇക്കൂട്ടർ. ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം നോക്കാം. ഇന്ന് കാലത്ത് മുതൽ ചാനലുകളെല്ലാം സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ബോംബ് കിട്ടിയ ആഹ്ലാദത്തിൽ ഉറഞ്ഞു തുള്ളുകയാണ്. ഒഞ്ചിയത്തെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നേ എന്നാണ് നിലവിളിക്കുന്നത്. ഈ നിലവിളിക്കും ഉറഞ്ഞു തുള്ളലിനുമുള്ള ബ്രേക്കിംഗ് നുണ ബോംബ് മാധ്യമങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തത് ഒരേ കേന്ദ്രത്തിൽ നിന്നും ഒരേ സമയത്താണ്. ബോംബ് കിട്ടിയ ഉടനെ താന്താങ്ങളുടെ എക്സ്ക്ലൂസീവ് എന്ന നിലയിൽ ചാനൽ ഫ്ലോറിൽ കയറിയിരുന്ന് അലറിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ട ചോറിന് മാത്രമല്ല, ഉണ്ണാനിരിക്കുന്ന ചോറിനും അതും കഴിഞ്ഞ് കിട്ടുന്ന നക്കാപ്പിച്ചക്കും വേണ്ടിയുള്ള ഓരിയിടലായി ഇതും മാറിയിരിക്കുന്നു. AICC ജനറൽ സെക്രട്ടറി തൊട്ട് KK രമ, ജയശങ്കരാദികളെ വരെ ഇറക്കി പ്രതികരണവും അരങ്ങ് തകർക്കുകയാണ്. എന്നാൽ യഥാർത്ഥ വസ്തുത തുറന്നു പറയാൻ മാത്രം ഇക്കൂട്ടരൊന്നും തയ്യാറല്ല. TP വധക്കേസിലെ കൊലയാളി സംഘത്തിന് ശിക്ഷാ ഇളവ്, 3 പേരെ വിട്ടയക്കാൻ സർക്കാർ നീക്കം, പോലീസിന് കത്ത് നൽകി എന്നിങ്ങനെയൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനൽ തൊട്ട് ട്രീ കട്ടർ ചാനൽ വരെയുള്ള മിക്ക ചാനലുകളും നൽകിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ ഉള്ളടക്കം. ശിക്ഷാ ഇളവിന് മുന്നോടിയായി പ്രതികളുടെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞുവെന്നും 2022 സർക്കാർ ഉത്തരവ് പ്രകാരം 3 പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചനയുണ്ടെന്നും അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ടെന്നും കാണിച്ച് ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ചതായി പറയുന്നൊരു കത്ത് ഉദ്ധരിച്ചാണ് ഈ സൃഷ്ടി. ഇങ്ങനെ കത്തയച്ചത് ഈ 3 പ്രതികൾക്ക് വേണ്ടി മാത്രമാണോ? മനോരമ ഓൺലൈനിൽ തന്നെ പറയുന്നത് ഇത്തരത്തിൽ 59 പ്രതികളെ വിട്ടയക്കാൻ ആലോചിക്കുന്നു എന്നാണ്. അപ്പോൾ ബാക്കി 56 പേരെക്കുറിച്ച് മിണ്ടാത്തത് എന്താണ്? മാത്രമല്ല, അതേ കത്തിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടി നോക്കൂ. ഈ പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും കുറ്റകൃത്യത്തിന് ഇരയായവരുണ്ടെങ്കിൽ അവരോടും ബന്ധുക്കളോടും അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്നാണ്. പ്രതികളുടെയോ ഇരകളുടെയോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നേരിയ തർക്കം ഉന്നയിച്ചാൽ പോലും ശിക്ഷാ ഇളവ് നൽകാനാവില്ലെന്ന് ഇതിൽ നിന്നും തന്നെ വ്യക്തമാണ്. അതായത് ഏതെങ്കിലും ഒരു കൊലപാതക കേസിലെ പ്രതികളെ മാത്രം തെരഞ്ഞുപിടിച്ച് വിട്ടയക്കാനുള്ള ഗൂഢാലോചനയല്ല ഇതെന്ന് പകൽ പോലെ വ്യക്തം. ശിക്ഷാ കാലയളവിൽ തികഞ്ഞ അച്ചടക്കം പാലിക്കുന്ന തടവുകാരെ നിയമം അനുശാസിക്കുന്ന മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ച് വിട്ടയക്കാമെന്ന വ്യവസ്ഥ പ്രകാരം നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുള്ള ഒരു സാധാരണ നടപടിക്രമം. അങ്ങനെ 4 വർഷം മുൻപ് സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തുടർ നടപടിക്രമങ്ങൾ. ഇങ്ങനെ തയ്യാറാക്കിയ 59 പേരിൽ ഈ 3 പേർ മാത്രം വ്യത്യസ്തരാകില്ല. അവശേഷിക്കുന്ന 56 പേരും കൊലപാതകം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവരാകും. ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് മാത്രം എന്താണ് പ്രത്യേകത? എല്ലാ കൊലപാതകങ്ങൾക്കും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്നത് 302 വകുപ്പ് പ്രകാരമുള്ള ശിക്ഷയാണ്. അത് അപൂർവങ്ങളിൽ അപൂർവമായാൽ മാത്രമേ വധശിക്ഷ വിധിക്കൂ. അല്ലാത്ത പക്ഷം ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ശിക്ഷയാണ് നൽകുന്നത്. അങ്ങനെ ശിക്ഷ ലഭിച്ചവരാണ് മാധ്യമങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ പ്രതികളും. അവർ അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റം ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരല്ല. അതായത് മറ്റ് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾ എന്തെങ്കിലും ശിക്ഷാ ഇളവിന് അർഹതയുണ്ടെങ്കിൽ സമാന കേസിൽപ്പെട്ട എല്ലാവർക്കും ഇത് ബാധകമായിരിക്കും. അവരെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാണെന്ന് കരുതി മാറ്റി നിർത്താൻ കഴിയുമോ? TP ചന്ദ്രശേഖരൻ്റേതായാലും മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിൻ്റേതായാലും ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജിൻ്റേതായാലും മറ്റാരുടേതായാലും ഏതൊരു കൊലപാതകവും അപലപിക്കപ്പെടേണ്ടതാണ്. ഓരോ കേസിലെയും പ്രതികൾ ശിക്ഷിക്കപ്പെടേണ്ടതുമാണ്. ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷാ ഇളവിന് അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം വലിയ എന്തോ പ്രത്യേകതയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കലാണ്.